കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരു സാധാരണക്കാരൻ്റെ, ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു യുവാവിൻ്റെ ഒരു സിനിമയാണ്. ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്നൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും. വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ ആ സിനിമ രണ്ട് കൈയോടും ഇരയും നീട്ടി സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു. എന്തായാലും ഈ സിനിമയുടെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിപ്പോൾ നമ്മൾ നിങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നാളെ ബുധനാഴ്ച ഇറങ്ങുന്ന സിനിമയ്ക്ക് അതിൻ്റെ വ്യക്തത കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇന്ന് നമ്മൾ പ്രസ് മീറ്റിലുള്ള ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ. ഒരു കാര്യം കൂടെ, ഞങ്ങൾ എൻട്രി ഡിജോയുടെ ഫസ്റ്റ് പടം ക്വീനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു പുതിയ പിള്ളേരെ വെച്ച് ഞങ്ങൾ പുതിയതൊക്കെ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റും, പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന പല മുഖങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെയും ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൽ. അല്ല, മലയാളി ഫ്രം ഇന്ത്യയിൽ സെയിം കണ്ടന്റ് അല്ല, 2 സിനിമ ക്വീനും ജനഗണമനയിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യൂവിലായിട്ട് ശരി ജനഗണമന അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. മലയാളി ഫ്രം ഇന്ത്യയിലും ആ ഒരു ടൈപ്പ് ഇതിൽ പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റിയ ക്യാമ്പസിലെ പിള്ളേർക്കാണ്, അവർക്ക് ഉണ്ടായൊരു ഇൻസിഡന്റ്. അത് തന്നെയാണ് ഇപ്പൊ ബ്രദറെ ചോദിച്ച ചോദ്യത്തിനോട് തന്നെയാണ് ഉത്തരം പറയുന്നത്. ക്വീനിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ജനഗണമനിൽ മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തു. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയുണ്ട്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണമന എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പറയാൻ ചോദിച്ചത് എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിൾ ആവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്ന് തുടങ്ങി, അതിപ്പോൾ ഡബ് ചെയ്തിട്ടാണെങ്കിൽ പോലും. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ, അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു? അല്ലടാ, അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളുടെ കഥ, അയാൾ നമ്മൾക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ അയാളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമോ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനോ അങ്ങനത്തെ ഒന്നും ഒരു പേർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നില്ല. നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ആ എൻ്റർടൈൻമെൻറ്റിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുണ്ട്. ആൽപ്പറമ്പിൽ ഗോപിയും മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അതുകൂടാതെ അല്പം കാര്യമുള്ള സിനിമ. അതല്ലാതെ ഈ ടൂ മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട്, അത് നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ സിനിമ.